നമുക്കറിയാം റഷ്യൻ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. അതിനു മുമ്പ് പല സംഭവങ്ങൾക്കായും റഷ്യൻ പ്രസിഡന്റ് പുടിൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 6 മാസത്തേക്ക് പെട്രോൾ ഉൽപ്പന്നങ്ങളും പെട്രോളും റഷ്യയിൽ നിന്നും കയറ്റുമതിയൊന്നും ചെയ്യില്ല എന്ന ഒരു ബ്ലോക്കേഡ് റഷ്യ ഏർപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ സ്ട്രോങ് ആയ ഒരു സംഘടനയായ ബ്രിക്സിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും വരാൻ പോകുന്നു. സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ പല അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്ക ബ്രിക്സിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയ്ക്ക് ബ്രിക്സിൽ അംഗമായതിനു ശേഷം തന്നെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായി എന്ന് തന്നെ പറയാൻ പറ്റും. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ കോർഡിനേഷനും നല്ല രീതിയിൽ തന്നെയുണ്ട്. അത് ടൂറിസം മേഖലയിലായിക്കോട്ടെ, പലതരത്തിലുള്ള ഇന്റർ ട്രേഡിങ്ങിലും ആയിക്കോട്ടെ, ഇങ്ങനെ നിരവധി നേട്ടങ്ങൾ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക ഒരു അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. മെയ് മാസം സൗത്ത് ആഫ്രിക്കയുടെ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ആ ഇലക്ഷനിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി അല്ലാതെ പ്രതിപക്ഷ പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബ്രിക്സിൽ നിന്നും സൗത്ത് ആഫ്രിക്ക പുറത്തു പോകുമെന്നൊരു വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സൗത്ത് ആഫ്രിക്കയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്സിൽ നിന്നും പുറത്തു പോകും, സൗത്ത് ആഫ്രിക്ക പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും നടക്കുമെന്നും പറയുന്നു. ബ്രിക്സിൽ നിന്നും സൗത്ത് ആഫ്രിക്ക പുറത്തു പോയി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്കാണോ പ്രശ്നം വരുന്നത്, അതോ സൗത്ത് ആഫ്രിക്കയ്ക്കാണോ പ്രശ്നം വരുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്സിനുള്ളിലെ സൗത്ത് ആഫ്രിക്ക ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് ചെറിയ രീതിയിലേക്ക് മറ്റു പ്രശ്നങ്ങൾ വരാം. പൊതുവെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ അധികമായ ഒരു രാജ്യം തന്നെയാണ്. മാത്രമല്ല പ്രകൃതി വിഭവങ്ങൾ അധികമായി ലഭിക്കുന്ന ഒരു ഭൂഖണ്ഡം അല്ലെങ്കിൽ ഒരു രാജ്യം എന്നത് സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. ഇനി സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും വരുന്നത്? പ്രധാനമായും ബ്രിക്സിൽ നിന്നുമുള്ള ഫണ്ടിങ് കുറയും. അതുമാത്രമല്ല സൗത്ത് ആഫ്രിക്കയുടെ ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് മോശമായി മാറും. അടുത്തതായി ബ്രിക്സ് കറൻസി കൊണ്ടുവരാനായി ഇന്ത്യയും റഷ്യയും തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ നിന്നും പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ എക്കണോമിയിൽ തന്നെ വലിയൊരു ബ്ലോക്കേഡ് ഉണ്ടാകും. അതുമാത്രമല്ല ബ്രിക്സ് എക്സ്പാൻഡ് ആയി ബ്രിക്സ് പ്ലസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്ത് സൗത്ത് ആഫ്രിക്ക പുറത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ എക്കണോമി ഇമ്പാക്റ്റ് ഉണ്ടാകും. അടുത്തത് റഷ്യയുടെ പെട്രോൾ ബാൻ. റഷ്യ ഇത് ആദ്യമായല്ല പെട്രോൾ ബാൻ ചെയ്യുന്നത്. 2023 3 മാസത്തേക്ക് പെട്രോൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോൾ തന്നെ എക്സ്പോർട്ട് ചെയ്യില്ല എന്ന് റഷ്യ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലോകരാജ്യങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? ലോകരാജ്യങ്ങളിൽ പെട്രോൾ പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 20% പ്രൊഡക്ഷനും നടക്കുന്നത് റഷ്യയിലാണ്. ഒപെക് പ്ലസ് രാജ്യങ്ങളെല്ലാം ചേർന്ന് മറ്റ് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു പ്രഷർ ബിൽഡ് ചെയ്യും. ഒപെക് പ്ലസിന്റെ ലീഡർ റഷ്യയും അതുപോലെ ഒപെക്കിന്റെ ലീഡർ സൗദി അറേബ്യയുമാണ്. സൗദി അറേബ്യയും റഷ്യയും ചേർന്ന് പെട്രോളിന്റെ വില കുറയുന്നു എന്നും പറഞ്ഞ് 5000 ബാരൽസ് ഒരു നിശ്ചിത കാലയളവിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽക്കേ തന്നെ പെട്രോൾ പ്രൊഡക്ഷൻ കട്ട് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പെട്രോളിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു. പെട്രോളിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ പെട്രോളിന്റെ വിലയും വർദ്ധിക്കാൻ ആരംഭിച്ചു. അങ്ങനെ വന്നപ്പോൾ അമേരിക്ക അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഈ സമയത്ത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ റഷ്യ മാത്രമാണ് പെട്രോൾ ബാൻ ചെയ്തിരിക്കുന്നത്. ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സൗദി അറേബ്യയും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ പുറത്തു വിടാമെന്നും പറയുന്നുണ്ട്. അത് ചിലപ്പോ ഓയിൽ മാർക്കറ്റിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഒപെക് പ്ലസ് രാജ്യങ്ങളാണ് ലോകത്തിൽ വെച്ച് തന്നെ ഓയിൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന ശക്തമായ രാജ്യങ്ങൾ എന്ന് തന്നെ പറയാം. സോ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തന്നെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് അമേരിക്ക അവരുടെ റിസർവിലിരുന്ന് പെട്രോളിയം പ്രോഡക്ട്സ് അധികമായി പുറത്തെത്തിച്ചാലും ഒരു ഘട്ടത്തിനപ്പുറം അമേരിക്കയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഫ്യൂവലും റഷ്യ ആയുധമായി ഉപയോഗിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു കാരണമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യ ഫ്യൂവൽ ബാൻ ഇമ്പോസ് ചെയ്യാനായി ആ ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം റീസെന്റ് ആയി ഉക്രൈന്റെ ഡ്രോൺ അറ്റാക്ക് റഷ്യയുടെ ചില ഓയിൽ ഡിപ്പോ അതുപോലെ തന്നെ പെട്രോളിയം റിഫൈനറീസിലും ഉണ്ടായിരുന്നു. അതിൽ നിന്നും മുക്തി നേടാനാണ് ഫ്യൂവൽ ബാൻ ഇമ്പോസ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് റഷ്യ തള്ളപ്പെടുന്നത്. ഇതുമാത്രമല്ല റഷ്യക്കുള്ളിലും ഇപ്പോൾ ഫ്യൂവലിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും വേണ്ടിയാണ് റഷ്യ ഇങ്ങനെ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. അടുത്തത് റഷ്യയുടെ ടാങ്കുകൾ. റഷ്യയുടെ പുതിയ തരത്തിലുള്ള ടാങ്കുകൾ ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്.
റഷ്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പുതിയ ടാങ്കുകൾ വെള്ളത്തിലും സ്വിം ചെയ്തു പോകുമെന്ന് പറയുന്നുണ്ട്. ഈ ടാങ്കുകളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത്. ആയുധ വളർച്ചയിലും റഷ്യ അടുത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. അടുത്തത് ഇറാന്റെ ഒരു അറിയിപ്പാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നു, ഒരു മുസ്ലിം രാജ്യവും ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യവും ഇസ്രയേലുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ പാടില്ല. ഇസ്രയേലിനെ അങ്ങനെ ഒറ്റപ്പെടുത്തണമെന്ന് ഇറാൻ മറ്റു മുസ്ലിം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അടുത്തത് ജർമ്മനിക്ക് ലഭിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉക്രൈനുമായി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തരത്തിലുള്ള ചർച്ചയിൽ ജർമ്മനി ഏർപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി സ്റ്റോം ഷാഡോ മിസൈലൊക്കെ കൃത്യമായി ഉക്രൈന് വിക്ഷേപിക്കാൻ സഹായമായിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാറ്റലൈറ്റും അതുപോലെ തന്നെ ഈ ജർമ്മനിയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുമാണ്. സോ ഇപ്പോൾ ജർമ്മനിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അധികമായി കോർഡിനേറ്റ്സ് ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ജർമ്മനിയുടെ ടോറസ് മിസൈലൊക്കെ എത്രയും പെട്ടെന്ന് ഉക്രൈനിൽ എത്തുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാറ്റോ രാജ്യങ്ങളുടെ കോർഡിനേറ്റ്സ് അധികമായി ഉക്രൈനിലെത്തിയാൽ ഉക്രൈന്റെ ആക്രമണ തീവ്രത വർദ്ധിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ റഷ്യയുടെ ദേഷ്യവും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ അധികമായ കോർഡിനേറ്റ്സ് ഉക്രൈനുമായി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ജർമ്മനി. ഓൾറെഡി റഷ്യ എപ്പോഴും ആദ്യം മുതൽക്കേ തന്നെ പറയാറുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ, സഹായമില്ലാതെ ഉക്രൈൻ ഇങ്ങനെ പ്രിസൈസ് ആയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈൽ ഓപ്പറേറ്റേഴ്സ് തന്നെ ഉക്രൈനിലെത്തി ഉക്രൈനിൽ നിന്നും മിസൈൽ വിക്ഷേപിക്കാനും അതുപോലെ തന്നെ ഡ്രോൺ വിക്ഷേപിക്കാനും സഹായിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സോൾജേഴ്സ് ഇതുവരെ ഉക്രൈനിൽ എത്തിയില്ല എന്ന് പറയുന്നതും അവിശ്വസനീയമാണ്. നാറ്റോ സോൾജേഴ്സും ഉക്രൈൻ സോൾജേഴ്സും കൂടി ചേർന്നാണ് റഷ്യക്കെതിരെ ആക്രമണം നടത്തിയത് എന്നും റഷ്യ പറഞ്ഞിരുന്നു. ഉക്രൈനെ സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഉക്രൈനിലേക്ക് വന്ന് ഇവരെ സഹായിക്കുന്നത് വെറുമൊരു മിസൈൽ ഓപ്പറേറ്റർ മാത്രമായിരിക്കും. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് ഉക്രൈനിലെത്തുന്നത് നാറ്റോ സോൾജിയറാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡയറക്റ്റായി ഒരു വാർണിംഗ് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ആയുധം വേണമെങ്കിലും ഉക്രൈനെ കൊടുത്ത് സഹായിക്കാം, പക്ഷേ കൊടുത്ത് സഹായിക്കുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വയ്ക്കുക, നിങ്ങൾ എന്തിനെ ആയുധം കൊടുത്ത് സഹായിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ പക്കലും മിസൈലുകളുണ്ട്. ഞങ്ങൾ റഷ്യയിൽ നിന്നും വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും, ഇവൻ നിങ്ങളുടെ ഭൂപ്രദേശത്തെ വേണമെങ്കിലും ഞങ്ങൾക്ക് മുഴുവനായും റഷ്യയിലിരുന്ന് തന്നെ കൺട്രോൾ ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. അതിനാവശ്യമായ മിസൈലുകളും മറ്റായുധങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്. അത് മനസ്സിൽ വെച്ച് ആയുധമോ മിസൈലോ എന്താന്ന് വെച്ചാൽ കൊടുത്ത് സഹായിക്കുമെന്ന് പുടിൻ അറിയിച്ചിരുന്നു. അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ തികച്ചും വേദനാജനകമായ ഒരു അപ്ഡേറ്റ് ആണ്. ഗാസയിൽ ഇസ്രയേൽ തീവ്രമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഗാസ ഭാഗത്തേക്ക് എയ്ഡൊന്നും കറക്റ്റായ രീതിയിൽ പോകുന്നില്ല എന്നത് നമുക്കറിയാം. ഗ്രൗണ്ട് വഴി അതൊട്ടും സാധിക്കുന്നില്ല. ഇസ്രയേൽ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പകരമായി എയർ ഡ്രോപ്പ് ചെയ്ത് ആഹാരങ്ങൾ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ആഹാരം എടുക്കാനായി ജനങ്ങൾ കാത്തിരുന്നു. ഒരുപാട് ദിവസങ്ങളായി പട്ടിണിയായി കാത്തിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആഹാര സാധനങ്ങൾ താഴെ വീഴുന്നത് എടുക്കാൻ വേണ്ടി കാത്തിരുന്ന അവർ പെട്ടെന്ന് ആഹാരം വീഴുന്നത് കണ്ടപ്പോൾ ഓടിപ്പോയി എടുക്കാനായി കൂട്ടമായി ഓടി. അതിനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തി. 100-ൽ പരം ആളുകൾ അതേ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ മാസങ്ങളോളം ദിവസങ്ങളോളം കാത്തിരുന്നവർ, ആഹാരം കണ്ടപ്പോൾ ഓടിയെത്തിയവർ, അവർക്കെതിരെയാണ് ഇസ്രയേൽ ഇപ്പോൾ ഈ ഒരു ക്രൂരത കാണിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകണം. ഇതിന് മറ്റ് ലോകരാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയും എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻ്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.